നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ മലപ്പുറം തിരൂരിൽ 24-ന്റെ പ്രേക്ഷക സമ്മേളനം, മലപ്പുറം ജില്ലാ സമ്മേളനം തുടരുകയാണ്. നമ്മൾ ഇനി പൊതുജനം കഴുതിയിൽ അസർ എന്ന പരിപാടിയിലേക്ക് കടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂറാണ് പൊതുജനം കഴുതിയിൽ അസർ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാം. നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി പറയുന്ന ഫോൺ നമ്പറിൽ വിളിച്ച് നാട്ടിലെ ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 048428305010. ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയക്കാം. നമ്പർ 6235968937. ഈ നമ്പർ വഴി, വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നു. ഛത്തീസ്ഗഡിലെ സുക്മയിൽ മലയാളിയടക്കം 2 CRPF ജവാന്മാർക്ക് വീരമൃത്യു. തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവാണ് വീരമൃത്യു വരിച്ച മലയാളി. മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന IED പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനമുണ്ടായത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, വിവരങ്ങൾ. ഉന്മേഷ്, അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സുക്മയിലാണ് സംഭവം. ഇന്ന് 3 മണിയോടെയായിരുന്നു ഈ സിൽഗറിൽ നിന്ന് തെക്കുളഗുണ്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പെട്രോളിങ്ങിനിടെ സഞ്ചരിക്കവേ ഈ ഒരു IED പൊട്ടിത്തെറിച്ച ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഈ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ചിരുന്ന IED ആണ് പൊട്ടിത്തെറിച്ചത്. ഇതിൽ 2 മലയാളി ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്കാണ് ഈ ജീവൻ നഷ്ടമായത്. അവർ 2 പേർ വീരമൃത്യു വരിച്ചു. ഇതിൽ മലയാളിയായിട്ടുള്ള വിഷ്ണു R ഉൾപ്പെടുന്നു. അതായത് ഈ തെറിച്ച ട്രക്ക് ഓടിച്ചിരുന്നത് വിഷ്ണു R ആണ് എന്ന വിവരങ്ങളാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. ഇദ്ദേഹം തിരുവനന്തപുരം പാലോട് കാലൻകാവ് സ്വദേശിയാണ്. 35 വയസ്സാണ്. ഒപ്പം മരിച്ച മറ്റൊരാൾ ശൈലേന്ദ്ര എന്ന് പറയുന്ന ജവാനാണ്. അദ്ദേഹം ഉത്തർപ്രദേശ് കാൺപൂർ സ്വദേശിയാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇത് 3 മണിയോടെയായിരുന്നു സംഭവം. പതിവ് പോലെ തന്നെ ഈ പെട്രോളിങ്ങിൻ്റെ ഭാഗമായി സഞ്ചരിക്കവെയാണ് ഈ ഇത്തരത്തിലൊരു IED ആക്രമണം അത് ഉണ്ടാകുന്നത്. നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ച ഇപ്പോൾ മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മലയാളി ഉൾപ്പെടുന്ന 2 ജവാന്മാർക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിലവിൽ മറ്റ് സൈനിക നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ സേനയുടെ ഭാഗത്തുനിന്ന് ആരംഭിച്ചതായുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ ഛത്തീസ്ഗഡിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ മാവോയിസ്റ്റ് ആക്രമണം നടക്കുന്നുണ്ട്. പല മേഖലകളിലും ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ സുക്മയിലും ഒരു IED ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. സങ്കടകരമായ വാർത്തയാണ്. മലയാളി ജവാൻ ഉൾപ്പെടെ 2 CRPF ജവാന്മാർക്കാണ് വീരമൃത്യു. ഛത്തീസ്ഗഡിലെ സുക്മയിലാണ് കുഴിബോംബ് സ്ഫോടനം ഉണ്ടായത്. ഇനി നമ്മൾ പോകുന്നത് കടുവാ ഭീതിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നാളുകളായി പ്രതിഷേധമുണ്ട്. ഇന്നും ഒട്ടേറെ പ്രതിഷേധങ്ങളുണ്ടായി. വയനാട് ജില്ലയിൽ 3 ദിവസത്തിനിടെ 4 പശുക്കളെയാണ് വയനാട് കേണിച്ചിറയിൽ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കടുവ കൊന്ന പശുവിന്റെ ജഡവുമായി ജനങ്ങൾ ഇന്ന് പ്രതിഷേധിച്ചു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവിറങ്ങി. നേരത്തെ പുൽപ്പള്ളിയിലുണ്ടായതിന് സമാനമായ പ്രതിഷേധമാണ് കേണിച്ചിറയിലും കണ്ടത്. കടുവ കൊലപ്പെടുത്തിയ പശുവിന്റെ ജഡവുമായായിരുന്നു പ്രതിഷേധം. ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള തീരുമാനം വന്നു. കേണിച്ചിറയിൽ 3 ദിവസത്തിനുള്ളിൽ കടുവ കൊന്നത് 4 പശുക്കളെ. ഈ സാഹചര്യത്തിലാണ് തോൽപ്പെട്ടി 17 എന്ന കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടത്. ആരോഗ്യനില പരിശോധിച്ച് ഉൾവനത്തിൽ തുറന്നുവിടാനാണ് നിർദ്ദേശം. DFO ഇൻചാർജ് P രഞ്ജിത്ത്, വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവ ഇന്നലെ മാത്രം കൊലപ്പെടുത്തിയത് 3 പശുക്കളെയാണ്. ഈ സാഹചര്യത്തിൽ ജനം തെരുവിലിറങ്ങി. പശുവിന്റെ ജഡവുമായി ബത്തേരി പനമരം റോഡ് ഉപരോധിച്ചു. മൂന്നാല് ദിവസമായി. കഴിഞ്ഞ ദിവസം 3 പശുക്കളെയാണ് ഇന്നലെ രാത്രിയിൽ കൊന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് ജനങ്ങൾ സർവകക്ഷി ഒറ്റക്കെട്ടായിട്ട് വന്നത്. ആളുകൾ വളരെ ആശങ്കയിലാണ്. കാരണം ക്ഷീരമേഖലയും കാർഷിക മേഖലയിലുള്ള ആളുകളാണ്. ധാരാളം കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ട്. ഇത് മനുഷ്യന് നേരെ തിരിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാതെ ഈ സമരവുമായി ഈ റോഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളതാണ്. വയനാട് സൗത്ത് ഡിവിഷനിൽ സ്ഥിരം ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ
വനം വകുപ്പ് തയ്യാറാകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വയനാട് പോലെ വന്യമൃഗ ആക്രമണം ഭീതിതമായി നിൽക്കുന്ന പ്രദേശത്ത് റെപ്യൂട്ടബിളായ ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന ഗവൺമെൻറ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് അന്നത്തെ ഐഷ്യുവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പുതിയ ഉദ്യോഗസ്ഥനെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും ഒരു ഇടപെടൽ ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് കൃഷിക്കാർക്ക് പറയാനുള്ളത്. ഈ കടുവ അപകടകരമായ ഒരു കടുവയാണ്. 3 ദിവസമായിട്ട് കൂട് വെച്ചിട്ട് കൂട്ടിനകത്ത് അതിന് കയറാൻ വേണ്ടി സാധിക്കുന്നില്ല. ആ കൂട്ടിൽ ഇത് കയറാത്ത സാഹചര്യത്തിൽ ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനാവശ്യമായ ഉത്തരവ് അടിയന്തരമായിട്ടുണ്ടാവണം. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കനത്ത മഴ തടസ്സമായതോടെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും. 3 ടീമായി തിരിഞ്ഞതിനെ കോമ്പ് ചെയ്ത് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും മഴ നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്, തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് മുഴുവൻ കാപ്പിത്തോട്ടമാണ്. അപ്പം വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഡാർക്കായി വരുന്നുണ്ട്. മാത്രമല്ല ഡാർക്കിൽ നമുക്ക് ഡാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മഴയുള്ളതുകൊണ്ട് ഡാർട്ട് ഗണ്ണ് നനഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സ്ഥലത്ത് രാത്രിയിലും പട്രോളിംഗ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടും വരെ ആശങ്കയിലാണ് കേണിച്ചിറയിലെ ജനങ്ങൾ. ഏതു നിമിഷവും കടുവ മുന്നിലെത്താം. വളർത്തുമൃഗങ്ങളെ പിടികൂടാം. മനുഷ്യജീവന് തന്നെ ആപത്താകാം. അതിനു മുമ്പേ കടുവയെ പിടികൂടണമെന്നാണ് ഉയരുന്ന ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇത് നാളുകളായി ആ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യമാണ്. ഭീഷണിയായി കടുവ എത്രയും വേഗം പിടികൂടണം എന്നാണ് അവരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. നല്ല പ്രയാസമാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെ എത്രയും പെട്ടെന്ന് കൂട് വെച്ച് പിടിച്ചോ അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആദ്യമായിട്ട് പശുവിനെ കൊന്നിട്ട് കൂട് വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആ കൂട്ടിലേക്ക് ആ കടുവ കയറില്ല. അതിനെ എത്രയും പെട്ടെന്ന് വെടിവെച്ച് തന്നെ പിടിക്കണം. കാരണം എന്താ വെച്ചാൽ ഒരുപാട് മക്കളും എല്ലാം സ്കൂളിൽ പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത്രയും തൊട്ടടുത്ത് തന്നെ 10 മണിക്ക് അവിടെ പിടിക്കുന്നു. അതിന് ശേഷം 1 മണിക്കൂർ ശേഷം ഇവിടെ വന്ന് 2 പശുക്കളെ ഒരേ സമയം തന്നെ പിടിക്കാന്ന് പറയുമ്പോൾ അതൊക്കെ ഒരുപാട് വേദന ഉണ്ടാകുന്ന ഒരു കാരണം. നമുക്ക് കച്ചവടം ചെയ്തായാലും ഒരു കൃഷി ചെയ്തായാലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഇതിനൊരു മാറ്റം ഉണ്ടാകണം. മനുഷ്യന് ജീവിക്കണ്ടേ, അതിന് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടേ പറ്റൂ. 2-3 ദിവസമായിട്ട് ഈ പുലിയുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പേടിച്ചിട്ട് ടൗണിൽ നിന്ന് ഇറങ്ങാനോ വീട്ടിൽ നിന്ന് വരാനോ കഴിയുന്നില്ല. ഇപ്പോൾ ഈ ഒരാഴ്ചയോളമായിട്ട് ഈ കടുവയുടെ പ്രശ്നം ഉണ്ടായിട്ട് അടിയന്തരമായ നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് നല്ല ആശങ്കയുണ്ട്. ഞങ്ങൾ 2-3 ദിവസം ഇവിടെ ഇനിയിപ്പോൾ ഈ ആടും ഞങ്ങൾക്ക് നോക്കാനും ഞങ്ങളെയൊക്കെ നോക്കാനൊക്കെ ഇവിടെ ആരെങ്കിലും ഇവിടെ വേണ്ടി വരും. പിന്നെ ഈ കടുവയെ ഇവിടെ നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെയും ജനങ്ങളല്ലേ താമസിക്കുന്നത്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവരുത്തരുത്. കാട്ടിൽ വസിക്കുന്ന ജീവികൾ കാട്ടിൽ തന്നെ വസിച്ചോട്ടെ. കാട്ടിൽ വസിക്കുന്ന ജീവികൾ കാട് അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ന് സംസ്ഥാനത്ത് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലുമൊക്കെ മഴ കനക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ ഈ 3 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലാകട്ടെ യെല്ലോ അലേർട്ടുമാണ്. ഇനി നാളത്തെ അലേർട്ട് കൂടിയുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. അത് ചോദിച്ച പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നു. തമിഴ്നാട് കള്ളക്കുറിച്ചിയിലെ വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 57ആയി. 153 പേർ ചികിത്സയിലുണ്ട്. കേസിൽ ഇതുവരെ 10 പേർ അറസ്റ്റിലായി. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്നും വിശദാംശങ്ങളുമായി. മനേഷ്, വിവരങ്ങൾ. ഉന്മേഷ, ഇന്നിപ്പോൾ വൈകിട്ടാണ് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചത്. സേലം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ചാമുണ്ടി എന്ന് പറയുന്ന 70 വയസ്സുകാരനാണ് മരിച്ചത്. അങ്ങനെ മരണസംഖ്യ ഇപ്പോൾ 57ആയി ഉയർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ 2 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. നേരത്തെ ഇന്നിപ്പോൾ രാവിലെ ഒരാൾ കൂടി മരിച്ചിരുന്നു. അങ്ങനെ 57 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. 154 പേരാണ് നിലവിൽ വിവിധ 4 ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. എന്തായാലും ഓരോ ദിവസം കഴിയും തോറും മരണം ഉയരുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല മറ്റൊരു ആശ്വാസ വാർത്ത എന്ന് പറയുന്നത് പുതുച്ചേരി ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 പേര് ഇന്നിപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട്. എല്ലാവരും തന്നെ കരുണാപുരം സ്വദേശികളാണ്. കരുണാപുരത്ത് ആ കോളനിയിലുള്ള ആളുകളാണ്. അവർ 5 പേരും ഇപ്പോൾ സുഖം പ്രാപിച്ച് എന്തായാലും കോളനിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നൊരു ആശ്വാസകരമായ ഒരു വാർത്തയുമുണ്ട്. പക്ഷേ മരണം കൂടുന്നുണ്ട്. ഏകദേശം 20ഓളം ആളുകൾ ഇപ്പോഴും ICUവിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുതന്നെയാണ്. കേസിൽ ഇതുവരെ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 2 അറസ്റ്റുകൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും ഒരു പറയുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ ഒരു പക്ഷേ മെത്തനോൾ വിതരണം ചെയ്യുന്ന ഒരാളാണ് ചെന്നൈയിൽ MGR കോളനിയിൽ കൂടിയിട്ടുള്ളത്. അത് അയാളുടെ പേര് ശിവകുമാർ എന്നാണ്. ഇയാൾ വിവിധ ഇടങ്ങളിൽ നിന്നും മെത്തനോൾ ശേഖരിച്ച് വിവിധ ഇടങ്ങളിലേക്ക് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് എന്നുള്ള
മനീഷ, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 57 എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ മനേഷ് മൂർത്തി നൽകുന്നത്. ഒട്ടേറെ പ്രേക്ഷകർ മഴയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂരിൽ നല്ല മഴയാണെന്ന് പറയുന്നു ബിന്ദു. വസന്തകുമാരി പറയുന്നുണ്ട് വയനാട് ഇപ്പോഴും മഴ തന്നെ എന്ന് പറയുന്നുണ്ട്. സീന മുഹമ്മദ് എറണാകുളം നോർത്ത് പറവൂരിലെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. ടോമി പുത്തൻപുരയ്ക്കൽ വയനാട്ടിൽ കനത്ത മഴ, ചുരം വഴി പോകുന്ന യാത്രക്കാർ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് സ്വഭാവത്തിലുള്ള അറിയിപ്പ് നൽകുന്നുണ്ട്. മുഹമ്മദ് സുഹൈർ കണ്ണൂരിലും നല്ല മഴയുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഇനി നമ്മൾ ഇന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ CBI കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം CBIക്ക് കൈമാറിയതിന് പിന്നാലെയാണ് നടപടി. ഇന്ന് നടക്കാനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചത് ചോദ്യപേപ്പർ ചോർന്നു എന്ന സംശയത്തിലാണ്. തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നതായി മെഡിക്കൽ പരീക്ഷാ ബോർഡ് കണ്ടെത്തി. 1563 വിദ്യാർത്ഥികൾക്കായി നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടന്നു. ക്രമക്കേടിൽ ഇന്നും തെരുവുകളിൽ പ്രതിഷേധമുണ്ടായി. രാജ്യത്തെ പൊതുപരീക്ഷകളിലും പ്രവേശന പരീക്ഷകളിലും ക്രമക്കേടുകൾ തുടർക്കഥയാവുകയാണ്. നീറ്റ് UG പരീക്ഷയ്ക്കൊപ്പം ഇന്ന് നടക്കാനിരിക്കെ മാറ്റിവെച്ച നീറ്റ് PG പരീക്ഷയും സംശയനിഴലിലാണ്. ഇന്നലെ മെഡിക്കൽ പരീക്ഷാ ബോർഡിലെ ഉദ്യോഗസ്ഥർ നീറ്റ് PG പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ടോ എന്നറിയാൻ സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുകാർ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നതായി കണ്ടെത്തിയത്. ചോദ്യപേപ്പറുകൾക്കായി വൻതുക വിദ്യാർത്ഥികളോട് തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടു. ടെലഗ്രാമിലൂടെയായിരുന്നു തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആശയവിനിമയം. ക്രമക്കേടിന്റെ സാധ്യത തിരിച്ചറിഞ്ഞതോടെ പരീക്ഷാ ബോർഡ് പോലീസിൽ പരാതി നൽകി. സമൂഹമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുമ്പോഴും ക്രമക്കേടുകൾ നടന്നതായി പരാമർശമില്ല. പരീക്ഷയ്ക്ക് 12 മണിക്കൂർ മുൻപ് ആരോഗ്യ മന്ത്രാലയം എടുത്ത തീരുമാനത്തിൽ പല വിദ്യാർത്ഥികളും रोषम രേഖപ്പെടുത്തി. आपने नेट का एग्जाम कैंसिल किया क्योंकि आपको लगा कि गलतियां हुई हैं, और वही NTA जो है नीट का एग्जाम कराया तो उसमें गलतियां नहीं हुई हैं, उसकी गलतियां आपको साफ साफ दिख रही हैं. आपने उस पर एक्शन क्यों नहीं लिया? हम लोगों को सुप्रीम कोर्ट तक जाना पड़ा, आपने पहले एक्शन क्यों नहीं लिया? अब आप एक्शन ले लीजिए क्योंकि आपको पता है कि जो नेट का एग्जाम देते हैं वो ग्रेजुएट बच्चे होते हैं. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് കേസ് CBI ഏറ്റെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ മഹാരാഷ്ട്ര ATS സ്വകാര്യ കോച്ചിംഗ് സെന്റർ നടത്തിയ 2 സർക്കാർ സ്കൂൾ അധ്യാപകരെ ലാത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. UGC നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലും CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് നിരവധി പേരാണ് ഇതിനോടകം പോലീസ് പിടിയിലായത്. ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കൈമാറിയ റിപ്പോർട്ടിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. പരീക്ഷാ നടത്തിപ്പിൽ NTAക്ക് വീഴ്ച പറ്റിയതായി വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തിയതിനു പിന്നാലെയാണ് സ്ഥാപനത്തിന്റെ തലപ്പത്ത് അഴിച്ചുപണി നടത്തിയത്. പ്രതിഷേധങ്ങൾക്കിടെ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 വിദ്യാർത്ഥികൾക്ക് ഇന്ന് നീറ്റ് UG പുനഃപരീക്ഷ നടത്തി. ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ചണ്ഡിഗഡ്, മേഘാലയ എന്നിവിടങ്ങളിലെ 7 കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കേന്ദ്രങ്ങളിൽ NTA-യുടെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ. അപ്പോഴും ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കുമെന്നതിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വ്യക്തതയില്ല. പൊതുപരീക്ഷയുടെ വിശ്വാസ്യതയ്ക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയാണ് ലക്ഷങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ വിൽപ്പനച്ചരക്കാക്കിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ അവസരത്തിൽ ഉയരുന്നത്. പരീക്ഷാ ക്രമക്കേടിൽ നീതി വേണമെന്നാവശ്യപ്പെട്ടുള്ള തെരുവുകളിലെ പ്രതിഷേധവും കെട്ടടങ്ങുന്നില്ല. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇത് ചെറിയ കാര്യമല്ല. രാജ്യത്തെ ഏറ്റവും ഉന്നത നിലവാരങ്ങളിൽ നടക്കുന്ന, ഉന്നത തലങ്ങളിൽ നടക്കുന്ന പരീക്ഷയാണ് ഈ പ്രവേശന പരീക്ഷകളൊക്കെ. നീറ്റായാലും അതെ, നെറ്റായാലും ഒക്കെ അതെ. അതിലൊക്കെ ഇത്തരത്തിൽ ക്രമക്കേട് വരുന്നു എന്നുള്ളത് ഗൗരവകരമാണ്. ആ നിലയ്ക്ക് കണ്ടുള്ള നടപടികൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന ഒരു വിശദീകരണം കൂടി പുറത്തു വരുന്നുണ്ട്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു എന്ന വാർത്തകൾ തള്ളുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വെബ്സൈറ്റും വെബ് പോർട്ടലുകളും സുരക്ഷിതം എന്നാണ് ഇപ്പോൾ NTA അറിയിക്കുന്നത്. ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് NTA നൽകുന്ന വിശദീകരണം. R. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്നിപ്പോൾ. അച്യുതൻ, എന്താണ് NTA ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? ഉന്മേഷ്, നീറ്റ് UG പരീക്ഷ, അതുപോലെ തന്നെ UGC നെറ്റ് പരീക്ഷ എന്നീ പരീക്ഷകളുടെ ഈ ചോദ്യപേപ്പറുകൾ ചോർന്നതിന് പിന്നാലെയാണ് ഈ NTA-യുടെ ഔദ്യോഗികമായിട്ടുള്ള സൈറ്റുകൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ആ സമയങ്ങളിലൊന്നും തന്നെ ഒരു പ്രതികരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ പ്രതികരണം അല്ലെങ്കിൽ ആ വിശദീകരണം NTA നൽകിയിരിക്കുകയാണ്. അവർ പറയുന്നത്
വെബ്സൈറ്റുകളും വെബ് പോർട്ടലുകളും പൂർണ്ണമായും സുരക്ഷിതമാണെന്നാണ് NTA ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വിവരം അത് തെറ്റിദ്ധാരണ പരത്തുന്നതാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ NTAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വെബ്സൈറ്റുകളിൽ ഒന്നും നടന്നിട്ടില്ല. കാരണം ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച റാക്കറ്റ് ഈ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്താണ് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ച നടത്തിയതെന്ന് സംബന്ധിച്ചുള്ള പല വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം തള്ളിയാണ് ഇപ്പോൾ NTA അവരുടെ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് രാജ്യത്ത് നീറ്റ് പുനഃപരീക്ഷ ഏതാണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് 1563 വിദ്യാർത്ഥികൾക്കായിരുന്നു നീറ്റ് UG പുനഃപരീക്ഷ നടന്നത്. അതിൻ്റെ ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ 1563 വിദ്യാർത്ഥികളിൽ 813 വിദ്യാർത്ഥികളാണ് ഈ പുനഃപരീക്ഷ എഴുതിയത്. 750ഓളം വിദ്യാർത്ഥികൾ ഈ പുനഃപരീക്ഷയിൽ നിന്നും വിട്ടുനിന്നു എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത്. ഏതാണ്ട് ഛത്തീസ്ഗഡിൽ 70 വിദ്യാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തില്ല. ചണ്ഡീഗഡിലേക്ക് വരുമ്പോൾ അവിടുത്തെ സെൻറ്ററിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പരീക്ഷ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. എന്തായാലും ഈ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ NTA അറിയിച്ചത് പ്രകാരം ഈ ഗ്രേസ് മാർക്ക് ഒഴിച്ചു നിർത്തിയുള്ള ആ പഴയ മാർക്കായിരിക്കും ഇനി നൽകുക എന്നുള്ളതാണ് അന്ന് NTA അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വിശദീകരണം കൂടി NTA നൽകുന്നുണ്ട്. ഒട്ടേറെ പ്രേക്ഷകർ മഴ വിവരങ്ങൾ പറയൂ എന്ന് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ നൽകിയിരുന്നതാണ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണെന്ന് അറിയിച്ചിരുന്നു. നാളെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ന് വൈകിയെത്തിയ ചോദ്യം ചോദിക്കുന്ന പ്രേക്ഷകർ ഓർക്കുമല്ലോ. ശ്രീരാജ് കാലിക്കറ്റ് അറിയിക്കുന്നുണ്ട് കോഴിക്കോടിന് സാഹിത്യ നഗരമെന്ന്. അതെ, അത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി MB രാജേഷാണ് പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ രാജ്യത്തെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോട് മാറുകയാണ്. എറണാകുളം പനങ്ങാട് മീഡിയനിൽ ഇടിച്ചു മറിഞ്ഞ ബസ്സിന് അടിയിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. ഇടുക്കി വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റ്യനാണ് മരിച്ചത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അപകടശേഷം മുങ്ങിയ ഡ്രൈവർ പാൽ പാണ്ഡ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാംഗ്ലൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോവുകയായിരുന്ന കല്ലട ബസ്സാണ് രാവിലെ 10:30 അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയിലായിരുന്ന ബസ് മാടവന സിഗ്നലിനടുത്ത മീഡിയനിൽ ഇടിച്ചു. നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞത് ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക്. ഏറെ പണിപ്പെട്ടാണ് ബസ്സിനടിയിൽപ്പെട്ട വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിനെ പുറത്തെടുത്തത്. ബസ്സിലുണ്ടായിരുന്നത് 42 യാത്രക്കാർ. ഇതിൽ 11 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വണ്ടി ഒരു സൗണ്ട് കേട്ട് തലകീഴായിട്ട് മറിയത്. പെട്ടെന്ന് ഞങ്ങൾ പിടിച്ച് കയറി ഇറങ്ങി. പക്ഷേ മയക്കത്തിലായിരുന്നവർക്കൊക്കെ ചെറിയ ചെറിയ ഫ്രാക്ചറുകളുണ്ട് അകത്തിരുന്നവർക്ക്. പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിൻ്റെ മുകളിലേക്കാണ് വണ്ടി വീണെന്ന് കണ്ടത്. ഈ സിഗ്നൽ ഓപ്പൺ ആയിരുന്നു. പെട്ടെന്ന് കടന്നു പോകാൻ ശ്രമിച്ചപ്പോൾ സിഗ്നൽ വന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. സ്കിഡായി സിഗ്നൽ പോസ്റ്റ് ഇടിച്ച് ബൈക്കിലേക്ക് മറിഞ്ഞു. അങ്ങനെ പറ്റി. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. വണ്ടി മറിഞ്ഞ് അവിടെ നിന്നാണ് വണ്ടി ചവിട്ടി കിട്ടിയില്ല. അതായത് നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ലോ. ഇതൊന്നുമില്ല, മെഴുകിയിട്ടേച്ചിട്ട് ആറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ചവിട്ടിയാൽ നിൽക്കൂല. അങ്ങനെ അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വണ്ടികൾ സിഗ്നലിൽ പോയാലും നിർത്താറില്ല. അപ്പൊ ടൈമർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ അപകടം കറക്റ്റായിട്ട് അത് ഇതാവുള്ളൂ. അപകടത്തിന് കാരണം ബസ് ഡ്രൈവറുടെ വീഴ്ചയെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇതിന്റെ CCTV ഫുട്ടേജ്, അതിന്റെ വണ്ടിയുടെ അകത്തുള്ള ക്യാമറയുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കും. എല്ലാം പരിശോധിച്ചിട്ട് പിന്നീട് ഡീറ്റെയിൽ റിപ്പോർട്ട് കൊടുക്കും. സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങിയ ബസ് ഡ്രൈവറെ പിന്നീട് പോലീസ് പിടികൂടി. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട്. നിരവധി പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ്. ഈ പന്താട്ടം അവസാനിക്കാൻ ചെറിയ നടപടികൾ മതിയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. സംസ്ഥാനത്ത് മഴ കനത്തു. അവധിയുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ഒരു ഭാഗത്ത് നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ മഴയുടെ പേരിലുള്ള അവധികളൊന്നും ഇതുവരെ വാർത്തയായി വന്നിട്ടില്ല. എറണാകുളം അവധിയുണ്ടോ എന്നാണ് നൌഫിയുടെ ചോദ്യം. അത്തരത്തിൽ ഒരു അറിയിപ്പില്ല. കോഴിക്കോട് നല്ല മഴ എന്ന് ഒട്ടേറെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ ചെറുപുഴയിൽ നിന്നൊരു വാർത്ത വരുന്നു. കനത്ത മഴയിൽ മൺതിട്ടയും മതിലും ഇടിഞ്ഞ് വീണ് വീടിന്റെ ഭിത്തി തകർന്നു. പുത്തൻ വീട്ടിൽ സോനയുടെ വീടിനാണ് കേടുപാടുണ്ടായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്. സജോ, വിവരങ്ങൾ. ഉന്മേഷ്, മറ്റൊരു വീടിന്റെ മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തിയും മണ്ണും ഇടിഞ്ഞ് തൊട്ട് താഴെ
താഴെയുള്ള വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. വീടിന്റെ അടുക്കളയുടെ ഭിത്തി തകർന്നു, മറ്റ് ഭിത്തികൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5:30 ഈ അപകടം നടന്നത്. പുത്തൻ വീട്ടിൽ സോന എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മണ്ടിട്ടയും മതിലും അടക്കം ഇടിഞ്ഞു വീണത്. ഈ സമയം ഇവർ വീട്ടിലുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് അപകടമൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. സമീപത്തെ വീട് അല്പം ഉയർന്നാണ് നിൽക്കുന്നത്. അതിന്റെ സംരക്ഷണ ഭിത്തിയാണ്. കനത്ത മഴ ജില്ലയിൽ വൈകിട്ടോടുകൂടി ലഭിച്ചിരുന്നു. ഇപ്പോൾ പക്ഷേ മഴ മാറി നിൽക്കുകയാണ്. വീടിന്റെ തൂണിനും ചുമരിനും ഒക്കെ വിള്ളൽ വീണിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സുരക്ഷിതമല്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുൾപ്പെടെ ഇപ്പോൾ റവന്യൂ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. അവിടെ ആ മേഖലയിലെ വീടിന്റെ മുകളിലേക്ക് വീണ മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ മേഖലയിലടക്കം ജില്ലയിൽ ഇന്ന് വൈകിട്ട് അതിശക്തമായ മഴ ലഭ്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മഴ മാറി നിൽക്കുകയാണ്. മറ്റിടങ്ങളിൽ നിന്ന് കാര്യമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് പക്ഷേ ആ വീടിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കും വിധമുള്ള തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്നാണ് ഈ മണ്ണും കൽക്കെട്ടും ഇടിഞ്ഞ് താഴേക്ക് പതിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി സജോ, കണ്ണൂരിൽ കനത്ത മഴ, അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നത്. മഴ വാർത്തകൾ ഒട്ടേറെ പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. 2 പ്രേക്ഷകർ ചില ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട്. അതിൽ ജിൻസു പറയുന്നത് വേണാട് ട്രെയിൻ സൗത്ത് സ്റ്റേഷൻ അവോയ്ഡ് ചെയ്തു, ടെമ്പററി ആണെന്ന് പറഞ്ഞിട്ടിപ്പോൾ 2 മാസമായി, പകരം ക്രമീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. റീന സതീശൻ പറയുന്നത് ഈ കേറ്ററ്റ് എക്സാം കഴിഞ്ഞ ദിവസം നടന്നു, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമക്കേടുണ്ടോ? ഈ നെറ്റ് ക്രമക്കേടെന്നൊക്കെ കേൾക്കുമ്പോൾ ആശങ്ക വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അത് NDA നടത്തുന്ന പരീക്ഷകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആശങ്കകളൊക്കെ ഉയർന്നിരിക്കുന്നത് ദേശീയ അടിസ്ഥാനത്തിൽ. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ഹൈദരാബാദിലെ മണികൊണ്ടയിൽ കാൽനട യാത്രികയെ വളഞ്ഞിട്ട് ആക്രമിച്ച് തെരുവ് നായ്ക്കൾ. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീ താഴെ വീഴുന്നതും നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ കാണാം. ഹൈദരാബാദിലെ മണികൊണ്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. കൂട്ടത്തോടെ തെരുവ് നായ്ക്കൾ വളയുന്ന ദൃശ്യങ്ങൾ, അവർ നിലത്ത് വീഴുന്നുണ്ട്, അതിനുശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. മനേഷ് മൂർത്തിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. മനേഷ്, ഇത് ഞെട്ടിക്കുന്ന ദൃശ്യമാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ മനേഷ്? ചിത്രപുരി ഹിൽസിലെ സ്ത്രീക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ നായകളുടെ ആക്രമണം ഏകദേശം 15ഓളം നായകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ദൃക്സാക്ഷികളൊക്കെ നമുക്ക് തരുന്ന വിവരങ്ങൾ. മാത്രമല്ല ദൃശ്യങ്ങളിലും ഏകദേശം അത്രയേറെ നായകളെ നമുക്ക് കാണാനും സാധിക്കും. അത് ഈ സ്ത്രീ വലിയ തോതിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട്, അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഈ സ്ത്രീ നിലത്ത് വീഴുകയായിരുന്നു. നിലത്ത് വീഴുന്നതോടുകൂടിയാണ് വളഞ്ഞിട്ട് കൂട്ടത്തോടു കൂടി നായകൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടായത്. മാത്രമല്ല പുലർച്ചെ സമയം, രാവിലെ 6 മണി സമയമായതിനാൽ പ്രദേശത്തൊന്നും മറ്റുള്ളവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് ഈ സ്ത്രീ നായകൾ പോയതിനു ശേഷം ഈ സ്ത്രീ ഭർത്താവിനെ വിളിച്ചു വരുത്തിയാണ് ആശുപത്രിയിലേക്ക് പോയത് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അവരുടെ ഭർത്താവ് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയും, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഭാര്യയാണ്, മുതിർന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു. പക്ഷേ ചെറിയ കുട്ടികളൊക്കെ അതുവഴി നടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കുമായിരുന്നു എന്നുള്ളൊരു കാര്യത്തോടു കൂടി, തലക്കെട്ടോടു കൂടിയാണ് എന്തായാലും അവർ ആ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ തുടർന്ന് പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും മുനിസിപ്പാലിറ്റിയിൽ നിന്നും അധികൃതരെത്തി ബ്ലൂ ക്രോസിന്റെ സഹായത്തോടു കൂടി 9 നായ്ക്കളെ അവിടെ നിന്നും പിടികൂടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് 15ലധികം നായകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും 9 നായ്ക്കളെ ഇപ്പോൾ പിടികൂടി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ജനങ്ങൾ അവിടെ വലിയ പ്രതിഷേധത്തിലാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുന്ന വഴിയാണിത്. അതുകൊണ്ട് തന്നെ പരിപൂർണമായ പരിഹാരം ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഹൈദരാബാദിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ, തെരുവുനായ്ക്കൾ കൂട്ടം ചേർന്ന് ഒരു സ്ത്രീയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മഴ വാർത്തയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകർ വിവരങ്ങൾ നൽകുന്നുണ്ട്. വയനാട് മഴയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. മലപ്പുറത്ത് മഴയില്ല എന്ന് പറയുന്നു. കോട്ടയത്ത് കനത്ത മഴയാണെന്ന് ചില പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോകുന്നു. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് എന്ന ആരോപണം. യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പെന്നാണ് ആരോപണം? ഈ
കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് എന്ന ആരോപണവുമായി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് മത്സര ഫലങ്ങളിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. നേരത്തെ തന്നെ ഈ യുവജനോത്സവങ്ങളിൽ അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അതിൽ ഈ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട, അതായത് മാർക്ക് ഈ വിദ്യാർത്ഥി സംഘടന, അതായത് SFI യൂണിയനാണ് യുവജനോത്സവം നടത്തുന്നത്. ആ വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ മാർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾക്ക് നൽകുന്നു എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് മത്സര ഫലങ്ങളിൽ തിരിമറി നടത്തിയതായിട്ടുള്ളതാണ് ആരോപണം. അതായത് ഒരു ഗ്രൂപ്പ് ഐറ്റത്തിൽ ഉൾപ്പെടുന്ന 10 മുതൽ 12 പേർക്ക് വരെ ഓരോ പേപ്പറിനും 6% മാർക്ക് അധികമായി ലഭിക്കും. ലഭിക്കുന്നതിനായി ഈ യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടെ പേര് ചേർക്കുന്നു എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. ഇത് ലഭിക്കുന്നതിനായി ഇത്തരത്തിൽ വ്യാപകമായി കുട്ടികളുടെ പേര് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനയ്ക്ക് താല്പര്യമുള്ള ആളുകളുടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഗ്രൂപ്പ് ഐറ്റത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഗ്രേസ് മാർക്ക് റദ്ദാക്കണമെന്നും ഈ വിധിനിർണ്ണയ പട്ടിക റദ്ദാക്കണമെന്നും ഈ പരാതിയിൽ ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്ന സംഘടന ആവശ്യപ്പെടുന്നുണ്ട്. ഉന്മേഷ്, ശരി, അത്തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒട്ടേറെ പ്രേക്ഷകർ പല വിഷയങ്ങളിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. വയനാട് വരുന്നവർ സൂക്ഷിക്കണം, വലിയ മഴയാണ് എന്ന് വിനോദ് PT അറിയുന്നുണ്ട്. വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ ഓർക്കുക, വലിയ മഴയുണ്ട്, ചുരം റോഡ് കയറി വയനാട്ടിലെത്തേണ്ടതാണ്. അതുകൊണ്ട് ആ വഴി യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കണം എന്നൊരു മുന്നറിയിപ്പ് സ്വഭാവത്തിലാണ് അക്കാര്യം അറിയിക്കുന്നത്. വയനാട് മഴയുണ്ടെന്ന് സുരേന്ദ്രൻ വിയും അറിയിക്കുന്നുണ്ട്. കൊടുവള്ളിയിൽ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രേക്ഷകർ പല വിഷയങ്ങളിൽ പ്രതികരണം അറിയിക്കുന്നു. തൊടുപുഴയിലെ മഴയുടെ കാര്യമൊക്കെ പ്രേക്ഷകർ ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വസന്തകുമാരിയും വയനാട്ടിലെ മഴയുടെ കാര്യം അറിയിക്കുന്നുണ്ട്. കണ്ണൂരിൽ നാളെ ലീവുണ്ടോ എന്നാണ് ഫാദിക്ക് അറിയേണ്ടത്. അങ്ങനെ ഒരു അവധി പ്രഖ്യാപനവും മഴയുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ പോകുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ബീഹാറിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി. 17 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായി NT അറിയിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്താണ് ഈ ഡീബാർ ചെയ്യാൻ കാരണം? ഉന്മേഷ്, ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ നിലവിലിപ്പോൾ 13 പേർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്രമക്കേടിന്റെ ഭാഗമായ 17 വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നടപടി NTയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതാണ്ട് 17 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ക്രമക്കേട് നടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്, അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതനാണ്. അപ്പോൾ NT നടപടി സ്വീകരിക്കുന്നു, വിദ്യാർത്ഥികൾക്കെതിരെയും നടപടി വരുന്നു. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന പ്ലാച്ചിമട സമരത്തിന്റെ ചരിത്രം പ്രേക്ഷകർക്കറിയാം. അന്ന് ഇരകളെയൊക്കെ വീണ്ടും മണ്ടന്മാരാക്കി ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞു. കൊക്കക്കോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന 35 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന് സൗജന്യമായി നൽകിക്കഴിഞ്ഞു. എന്നാൽ ഇരകൾക്ക് നൽകാമെന്ന് പറഞ്ഞ 216 കോടിയിലധികം നഷ്ടപരിഹാരം തുക നൽകിയിട്ടില്ല. ഈ തുക ഇനി ലഭിക്കില്ല എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. എന്നാൽ നഷ്ടപരിഹാരവും ഭൂമി കൈമാറ്റവും തമ്മിൽ ബന്ധമില്ല എന്നാണ് മന്ത്രി K. കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. പ്ലാച്ചിമടയിൽ കൊക്കക്കോള കമ്പനി വരുത്തിവെച്ച ദുരിതങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. നഷ്ടപരിഹാര തുക എന്ന് ലഭിക്കുമെന്ന് പോലും അറിയാതെ സമരം തുടരുകയാണ് ഇരകൾ ഇപ്പോഴും. അതിനിടയിലാണ് ഈ ഭൂമി കൈമാറ്റം. ഭൂമി കൂടി കൈമാറിയതുകൊണ്ട് ഇനി കമ്പനിയുടെ പൊടി പോലും കാണില്ലെന്ന് ഉറപ്പാണ്. ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക 216 കോടിയിലധികം രൂപയാണ്. നഷ്ടപരിഹാരത്തിന് ഈടായി മാറേണ്ടിയിരുന്ന വസ്തുക്കളാണ് പ്രശ്നപരിഹാരത്തിന് മുൻപ് തന്നെ സർക്കാരിന് തീരെഴുതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റം ദുരൂഹമെന്ന് ആരോപിക്കുന്നു സമരസമിതി. അടിച്ചാൽ, വെട്ടിയാൽ, കൊന്നാൽ, തെറി പറഞ്ഞാൽ ഇതിനൊക്കെ നിയമങ്ങൾ ശിക്ഷയുണ്ട് എന്ന പോലെ പരിസ്ഥിതി നിയമങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പാരിസ്ഥിതികപരമായിട്ട് അവിടെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയും ജനങ്ങളുടെ അതിജീവനവും മുട്ടിച്ച ഒരു ക്രിമിനൽ കോളയാണെന്ന് സർക്കാർ നിയമിച്ച കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. 7 കുറ്റങ്ങൾ ചെയ്തു എന്ന്. അപ്പോൾ അവരെ ശിക്ഷിക്കാതെ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് സർക്കാർ ഈ അടവ് നയം കൊണ്ടുവന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി K. കൃഷ്ണൻകുട്ടിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഭൂമി കൈമാറ്റമെന്നാണ് സമരസമിതിയുടെ വാദം. നിയമസഭ 13 വർഷം മുൻപ് പാസാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് നിയമമാകാത്തതിലെ പ്രതിഷേധവും
സമരസമിതിക്കുണ്ട്. വലിയൊരു നീതി നിഷേധമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 1 വർഷമായി ഇത് ഡീല് ഉറപ്പിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള MLA മന്ത്രിയായിട്ടുള്ള K കൃഷ്ണൻകുട്ടിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള തമ്പുരാനും ഈ മുതലാളിയും കൂടി വളരെ വലിയ മാടമ്പികളെ പോലെയാണ് നീതി നിഷേധിച്ചിരിക്കുന്നത്. ഭൂമി കൈമാറ്റത്തിന്റെ തുടർ നടപടികളുണ്ടായാൽ മന്ത്രിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. അതേസമയം മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വാദം മറ്റൊന്നാണ്. നഷ്ടപരിഹാരവും ഭൂമി കൈമാറ്റവും തമ്മിൽ ബന്ധമില്ല. വെറുതെ ഭൂമി തരാമെന്ന് പറയുമ്പോൾ പിന്നെ വേണ്ടെന്ന് പറയണോ? ഈ പ്രതികരണത്തിൽ പോലും ചില സംശയങ്ങളുണ്ടല്ലോ മന്ത്രി. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും ഇരകൾക്ക് നീതി ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ ഇപ്പോഴും സമരം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി ഇന്നലെ മിനിഞ്ഞതോടെ അവർക്ക് സൗജന്യമായി പതിച്ചു കൊടുത്തു എന്നുള്ളത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവനെ പകുതി പോയ പോലെയുണ്ട്. ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരമെങ്കിലും കിട്ടുമല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ജീവിതമാർഗം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ അതും ഇല്ലാതാകുന്നത് ഭയങ്കര വഞ്ചനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയും കൃഷ്ണൻകുട്ടിയും ചെയ്യുന്ന ഈ അനീതിക്കെതിരെ കേരള സമൂഹം ഒന്നടങ്കം പ്ലാച്ചിമടയിൽ വീണ്ടും വലിയൊരു പ്രതിഷേധം ഉണരും. കോളയുമായുള്ള ഡീല് നടക്കുന്നത് നമുക്ക് വ്യക്തമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കോളയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി 35 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കൊക്കക്കോളയെ നഷ്ടപരിഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ നീക്കമായിട്ടാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. ഇത് പ്രദേശത്തെ പ്ലാച്ചിമടയിലെ ഇരകളെ വഞ്ചിക്കുന്ന നിലപാടാണ്. കേരള ജനതയോടുള്ള വാഗ്ദാന ലംഘനമാണ്. ഇതിനെതിരായി അതിശക്തമായ രീതിയിൽ കേരള ജനത പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതാണ് ജനങ്ങളുടെ ആശങ്ക. അവർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്.